ഓക്സിൻസ് ആൻഡ് ഇൻസൈറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് +1 ഫിസിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ +1 ഫിസിക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം 15 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് കയറുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക് ടേംസുകൾ നമുക്ക് പരിചയപ്പെടാം. കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ 10th കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ടേംസുകളൊക്കെ പുതിയ ടേംസുകളായിരിക്കും. പിന്നെ മലയാളം മീഡിയം പഠിച്ചവർ കാണും. അപ്പോൾ കുറച്ച് അതിൻ്റെ ഇംഗ്ലീഷ് ടേംസ് എന്താണ് എന്നൊക്കെ നമുക്ക് ആ ടേംസ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫെമിലറൈസ് ആവാം. സോ ഫസ്റ്റ് നമുക്ക് ആ ടേംസിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫസ്റ്റ് 2 ടേംസ് ആണ്. എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിൻ്റെ മലയാളം എന്താണ്? വാട്ട് ഈസ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസിൻ്റെ മലയാളം ദൂരം, ഡിസ്റ്റൻസ്. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മലയാളം സ്ഥാനാന്തരം. എന്താണ് ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ദൂരം അതിൻ്റെ ഇംഗ്ലീഷ് ടൈമാണ് ഡിസ്റ്റൻസ്. ഇനി നമ്മൾ എന്താണ് ഡിസ്റ്റൻസ് എന്നേ പറയത്തുള്ളൂ. ദൂരം എന്ന ടൈം നമ്മൾ എന്ത് ചെയ്യത്തില്ല, യൂസ് ചെയ്യത്തില്ല. അതേപോലെ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ നമ്മളെ കല്ലറയിൽ നിന്ന് നമ്മൾ ട്രിവാൻഡ്രം വരെ പോവുകയാണ്. കല്ലറയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കല്ലറയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കല്ലറ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നേരെ നമ്മളവിടെ പോയി കാരേറ്റ് എത്തി. കാരേറ്റ്. നെക്സ്റ്റ് വെഞ്ഞാറമൂട് വന്നു. വെമ്പായം വന്നു. തിരുവനന്തപുരം. ഇങ്ങനെയാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് പോയത്. കല്ലറ, കാരേറ്റ്, വെഞ്ഞാറമൂട്, വെമ്പായം, തിരുവനന്തപുരം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കല്ലറയിൽ നിന്ന് കാരേറ്റ് പോയതിനൊരു 6 കിലോമീറ്റർ എടുത്ത് വെച്ചോ, 6 കിലോമീറ്റർ. കാരേറ്റിൽ നിന്ന് വെഞ്ഞാറമൂട് ഒരു 6 കിലോമീറ്റർ എന്ന് വെച്ചോ. വെഞ്ഞാറമൂട് വെമ്പായം 6 കിലോമീറ്റർ എന്ന് വെച്ചോ. ഇവിടെ നിന്ന് ട്രിവാൻഡ്രം ഒരു 20 കിലോമീറ്റർ എന്ന് വെച്ചു. സോ അപ്പോൾ മൊത്തം എത്ര ദൂരം സഞ്ചരിച്ചു? 6, 6, 6 and 20 എത്ര വരും? 6 + 6 12 + 6 18, 18 + 20 38 അല്ലേ? സോ മൊത്തം 38 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ മൊത്തം സഞ്ചരിച്ച പാത്ത്, ഇതാണ് മൊത്തം സഞ്ചരിച്ച പാത്ത്. ആ പാത്തിൻ്റെ ലെങ്തിന് പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. ഇപ്പോൾ വാട്ട് ഇസ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ, ദൂരം എന്ന് ചോദിച്ചാൽ മൊത്തം സഞ്ചരിച്ച പാത്ത്, അതിൻ്റെ ലെങ്ത്, ആ സഞ്ചരിച്ച പാത്തിൻ്റെ ലെങ്തിന് പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. അപ്പോൾ എന്താ പറയുക? ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടോട്ടൽ പാത്ത് കവേർഡ്. ലെങ്ത് ഓഫ് ദ ടോട്ടൽ പാത്ത് കവേർഡ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ്? നമ്മൾ സഞ്ചരിച്ച പാത്ത് അല്ലെങ്കിൽ ആ പാത, അതിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത് അതിന് പറയുന്ന പേര്, അല്ലെങ്കിൽ നീളം അതിന് പറയുന്ന പേരാണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ് ഈസ് ദ ലെങ്ത് മീൻസ് നീളം. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടോട്ടൽ പാത്ത് ട്രാവൽഡ് വെച്ചാൽ സഞ്ചരിച്ച പാത്തിൻ്റെ ടോട്ടൽ ലെങ്ത്, ഇതിന് പറയുന്ന പേരാണ് ദൂരം. അപ്പോൾ ഇവിടുത്തെ ദൂരം എത്ര, ഡിസ്റ്റൻസ് എത്ര വരും? ഇപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 6 + 6 + 6 + 20 എത്ര വരും? 38 കിലോമീറ്റർ. ഇതാണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം ദൂരം എന്താണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ നോക്കാൻ നേരത്ത് നമ്മൾ 2 പോയിന്റ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഏത്, നമ്മൾ എൻഡ് ചെയ്ത പോയിന്റ് ഏത്, ഈ 2 പോയിന്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഏതിൻ്റെ കേസിൽ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഏതാണ്? കല്ലറ. ഇതാണ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ്. നമ്മൾ ഏതാണ് എൻഡ് ചെയ്ത പോയിന്റ്? ഏറ്റവും ലാസ്റ്റ് എത്തിച്ചേർന്ന പോയിന്റ് അല്ലെങ്കിൽ ഏതാണ്? തിരുവനന്തപുരം. ഇത് 2 മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് ഇതിനിടയ്ക്കുള്ള ഏതൊക്കെ പ്ലേസ് ഉണ്ട്, കാരേറ്റ്, വെഞ്ഞാറമൂട്, ഇതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എന്താണെന്ന് പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് ഏത്, എൻഡ് ചെയ്ത പോയിൻ്റ് ഏത്,
ഇത് രണ്ടും മാത്രം നോക്കുക, ബാക്കിയുള്ള വേറെ ഒന്നും നോക്കണ്ട. ഇത് രണ്ടും നോക്കിയിട്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിനും എൻഡിങ് പോയിന്റിനും ഇടയ്ക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 പോയിന്റ്, ഇത് എ എന്ന് പറഞ്ഞൊരു പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞൊരു പോയിന്റ്. ഈ 2 പോയിന്റിനും ഇടയിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ എക്കും ബിക്കും ഇടയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ഇതായിരിക്കും എയിൽ നിന്നും ബിയിലോട്ട് പോകാനുള്ള ഏറ്റവും ചെറിയ വഴി. വേറെ നമ്മൾ ഇനി എങ്ങനെ പോയാലും ഇതിനെക്കാട്ടി കൂടുതലായിരിക്കും ഡിസ്റ്റൻസ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇങ്ങനെ പോയെന്ന് വെച്ചോ, ഇങ്ങനെ പോയി, ഒരാൾ ഇങ്ങനെ പോയി, ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ പോയാലും ശരി തന്നെ ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് ഈ 2 പോയിന്റിനും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ, ഈ 2 പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതായിരിക്കും ഈ 2 പോയിന്റിനും ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. അപ്പം ആ കുറഞ്ഞ ദൂരം, 2 പോയിന്റ്സിന് ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരത്തിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എന്താ പറയാം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ദൂരം ബിറ്റ്വീൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻഡിങ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിനും എൻഡിങ് പോയിന്റിനും ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, ഇതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയും? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? കല്ലറയും ട്രിവാൻഡ്രവും ചേർത്തൊരു വര വരച്ചു. സോ ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് എത്രയെന്ന് മെഷർ ചെയ്താൽ മതി. എത്രയെന്ന് മെഷർ ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു 10 കിലോമീറ്റർ എത്തിന്ന് വെച്ചോ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 10 കിലോമീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 10 കിലോമീറ്റർ. അപ്പോൾ കല്ലറ ട്രിവാൻഡ്രം ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് വെച്ചാൽ നമുക്ക് ഈ വഴിയേ പോകത്തുള്ളൂ. സോ നമ്മൾ പോയ വഴി എത്ര കിലോമീറ്റർ ഉണ്ടോ അതാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കല്ലറയ്ക്കും ട്രിവാൻഡ്രത്തിനും ഇടയ്ക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പോയ വഴിയൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കല്ലറയും ട്രിവാൻഡ്രവും ചേർത്ത് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് പാത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് റോഡ് വെട്ടിയാൽ എത്രയായിരിക്കും ആ കിലോമീറ്റർ? അതിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന്, എന്താണ് ഡിസ്റ്റൻസ് എന്ന് മനസ്സിലായല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് കവേർഡ്, ലെങ്ത് ഓഫ് ദ ടോട്ടൽ പാത്ത് കവേർഡ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ദൂരം ബിറ്റ്വീൻ ഇനിഷ്യൽ പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻഡിങ് പോയിന്റ്. ഇറ്റ് മസ്റ്റ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഷോർട്ടസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ ഏത് 2 പോയിന്റ് എടുത്താലും അതിനിടയിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ദൂരം ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നേരെ 2നെയും കണക്ട് ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതിൻ്റെ ലെങ്ത് എടുക്കുക, അതായിരിക്കും ഏറ്റവും കുറഞ്ഞ ദൂരം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതാണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നും ഡിസ്റ്റൻസ് എന്താണെന്നും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നും മനസ്സിലായല്ലോ. ദൂരം എന്താണെന്നും സ്ഥാനാന്തരം എന്താണെന്നും മനസ്സിലായല്ലോ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി എന്താണ് ഡിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ദൂരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? എന്തൊക്കെയാണ് ദൂരത്തിൻ്റെ യൂണിറ്റ്? നമുക്ക് സെൻറ്റിമീറ്റർ പറയാം, മീറ്ററിൽ പറയാം അല്ലേ, കിലോമീറ്റർ പറയാം, വേറെ എന്തൊക്കെ ഉണ്ട്? ഫീറ്റ് അല്ലേ, അടിക്കണക്ക് വകയായിട്ടില്ലേ ഫീറ്റ്. അപ്പോൾ ഇങ്ങനെ പല യൂണിറ്റ് ഉണ്ട് ഏതിന്? ദൂരത്തിന്. ഇതേ യൂണിറ്റ് തന്നെയാണ് ഏതിനും? ഡിസ്പ്ലേസ്മെൻറ്റിനും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്തൊക്കെ തന്നെയാണ് യൂണിറ്റ്? സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ, അതേപോലെ ഫീറ്റ് എക്സെട്ര. അങ്ങനെ പല യൂണിറ്റ് ഉണ്ട്. സോ രണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? സെയിം ആണ്. ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും യൂണിറ്റ് സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് മനസ്സിലായല്ലോ ഡിസ്റ്റൻസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം വേഗത, പ്രവേഗം. നമ്മൾ നേരത്തെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും പഠിച്ചതുപോലെ നമുക്കിപ്പം അതേപോലെ നമുക്ക് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം വേഗത, പ്രവേഗം. വേഗത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്പീഡ്. പ്രവേഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വെലോസിറ്റി. അപ്പോൾ ഇനി നമ്മൾ പ്രവേഗം എന്നൊന്നും പറയത്തില്ല, ഇനി നമ്മൾ എന്താണ് വെലോസിറ്റി എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ എന്താണ് വെലോസിറ്റി എന്ന് വെച്ചാൽ പ്രവേഗം. വേഗത എന്ന് പറഞ്ഞാൽ സ്പീഡ്. എന്താണെന്ന് പറഞ്ഞപ്പോൾ നോക്കിയോ, എന്താണ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് അല്ലെങ്കിൽ വേഗത. സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗതയുടെ സമവാക്യം. വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ഭാഗം സമയം. പ്രവേഗം എന്ന് പറഞ്ഞാൽ
സ്ഥാനാന്തരം ഭാഗം സമയം. ഇനി നമുക്ക് ഇതിനൊന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റാം. വേഗതയുടെ ഇംഗ്ലീഷ് സ്പീഡ്. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ദൂരം നമ്മൾ നേരത്തെ പഠിച്ചു, ഡിസ്റ്റൻസ്. സമയം ടൈം. ഇപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. ഇനി ഇംഗ്ലീഷിലായി പറഞ്ഞേ, പ്രവേഗത്തിന് ഇംഗ്ലീഷിലായി പറഞ്ഞേ. പ്രവേഗം വെലോസിറ്റി. സ്ഥാനാന്തരം ഭാഗം സമയം. സ്ഥാനാന്തരം നമ്മൾ നേരത്തെ പഠിച്ചു, ഏതാണ്? വെലോസിറ്റി. സോറി, സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ? മലയാളം നമുക്കറിയാം, അതിന് നേരെ ഇംഗ്ലീഷിലോട്ട് മാറ്റി. ഇത്രേ ഉള്ളൂ. സ്പീഡ് ഈസ് ഈക്വൽ ടു ദൂരം ഭാഗം സമയം. ദൂരത്തിൻ്റെ ഇംഗ്ലീഷ് ഡിസ്റ്റൻസ്, സമയം ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ഭാഗം സമയമാണെന്ന് പഠിച്ചു. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം. സോ ഇതിനെ നമുക്ക് എങ്ങനെ, വാട്ട് ഈസ് സ്പീഡ് എന്ന് ചോദിച്ചാൽ ഇത്ര എഴുതി വെച്ചാൽ പോരാ. വാട്ട് ഈസ് സ്പീഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ സ്പീഡിൻ്റെ ഡെഫിനിഷൻ പറയണം. നമുക്ക് ആകെപ്പാട് ഈ ഒരു ഇക്വേഷൻ അറിയാവും. ഇത് നമുക്ക് എങ്ങനെ ഡെഫിനിഷനാക്കി മാറ്റാം, സെൻറ്റൻസ് ആക്കി മാറ്റാം. നോക്കിക്കോ. എ ഈസ് ഈക്വൽ ടു ബി ബൈ സി. ഇതിനെങ്ങനെ നമുക്ക് സെൻറ്റൻസ് ആക്കാം? എ ഈസ് ഈക്വൽ ടു ബി ബൈ സി. ഇതിനെങ്ങനെ സെൻറ്റൻസ് ആക്കാം? ഇതെങ്ങനെ ഒരു ഡിവൈഡ് ബൈ ഇങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട് ഈ മുകളിൽ എഴുതുന്ന ഇതിനെ നമ്മൾ പറയും ന്യൂമറേറ്റർ എന്ന് പറയും. എന്ത് പറയും? ന്യൂമറേറ്റർ. ഇതിനെ പറയും ഡിനോമിനേറ്റർ എന്ന് പറയും. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈ ഒരു ഫോമിൽ എഴുതുന്ന സംഖ്യകളെ നമ്മൾ പറയും റേഷ്യോ എന്ന് പറയും. എന്ത് പറയും? റേഷ്യോ. ഇതാ ഈ ഒരു ഫോർമാറ്റിൽ ഇതാ ഇങ്ങനെ എഴുതുന്ന ഈ ഒരു ഫോർമാറ്റിൽ എഴുതുന്ന നമ്പേഴ്സ് നമ്മൾ പറയും റേഷ്യോ എന്ന് പറയും. റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു ന്യൂമറേറ്ററും കാണും, ഡിനോമിനേറ്ററും കാണും. അപ്പോൾ ഇതിന് നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് പറയാം. അപ്പോൾ എന്തോ ഇതിനെ പറയുന്നത്? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ബി ആൻഡ് സി. അപ്പോൾ നമുക്ക് ഇതിന് എന്താ പറയാം? എ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഇതൊരു ഇക്വേഷനാണ്. ഈക്വൽ സിമ്പിളുള്ള അങ്ങനെയുള്ള നമ്മൾ പറയുന്ന ഇക്വേഷൻ എന്ന് പറയും. സോ ആ ഇക്വേഷനെ നമ്മൾ സെൻറ്റൻസ് ആക്കി. എ ഈസ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ സി എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനെ നമ്മൾ സെൻറ്റൻസ് ആക്കി പറയണം. എന്ത്? എ ഈസ് ഈക്വൽ ടു റേഷ്യോ ബിറ്റ്വീൻ ബി ആൻഡ് സി. റേഷ്യോ ബിറ്റ്വീൻ ബി ആൻഡ് സി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊന്ന് സെൻറ്റൻസ് ആക്കി പറഞ്ഞാൽ എങ്ങനെ പറയാം നമുക്ക്? സ്പീഡ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ടൈം. അങ്ങനെ പറഞ്ഞൂടെ? സ്പീഡ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ടൈം. അതേപോലെ വെലോസിറ്റി എങ്ങനെ പറയാം? എങ്ങനെ പറയാം? വാട്ട് ഈസ് വെലോസിറ്റി എന്ന് ചോദിക്കുമ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ പറയാം? നമുക്ക് ആകെപ്പാടെ ഇക്വേഷൻ അറിയാം. പക്ഷെ അവർ ചോദിച്ച ഇക്വേഷൻ അല്ല ചോദിച്ചാൽ, വാട്ട് ഈസ് വെലോസിറ്റി എന്നാണ് ചോദിച്ചാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സെൻറ്റൻസ് ആക്കി എഴുതണം. അപ്പോൾ ഇതിനെ എങ്ങനെ സെൻറ്റൻസ് ആക്കാം? വെലോസിറ്റി നോക്കിയേ, ഇങ്ങനൊരു ഡിവൈഡ് ബൈ ഇട്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ, അങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? റേഷ്യോ എന്ന് പറയും. അപ്പോൾ വെലോസിറ്റി ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം. തീർന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ വാട്ട് ഈസ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താ പറയണം? ഡിസ്റ്റൻസ് ബൈ ടൈം. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ടൈം. വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം. ഇത്ര വ്യത്യാസമേ ഉള്ളൂ വേഗതയും പ്രവേഗവും തമ്മിൽ. ഇപ്പം എന്താണെന്ന് മനസ്സിലായല്ലോ? വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ഭാഗം സമയം. ഇംഗ്ലീഷിലാക്കിയാൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ഭാഗം സമയം. ഇംഗ്ലീഷിലാക്കിയാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സെൻറ്റൻസിലാക്കി പറഞ്ഞാൽ സ്പീഡ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ടൈം. വെലോസിറ്റി ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം. ഓക്കെ, മനസ്സിലായല്ലോ? സ്പീഡ്, വെലോസിറ്റി, വേഗത, പ്രവേഗം, വ്യത്യാസം മനസ്സിലായല്ലോ?
നമുക്കിനി ഇതിൻ്റെ യൂണിറ്റ് നോക്കാം. സ്പീഡിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ വേഗതയുടെ യൂണിറ്റ് നമുക്ക് ഇക്വേഷനിൽ തന്നെ നോക്കാം. എന്തായിരിക്കും? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ, മീറ്റർ ഒക്കെ അല്ലേ. സോ കിലോമീറ്റർ എടുക്കാം. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആവാം, അവർ ആവാം, മിനിറ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഞാൻ ഇവിടെ അവർ എടുത്തു. സോ കിലോമീറ്റർ പെർ അവർ യൂണിറ്റ്. വേറെ എന്ത് വേണമെങ്കിലും ആവാം. കിലോമീറ്റർ പറഞ്ഞാൽ മീറ്റർ എടുത്തു, അവറിന് പകരം സെക്കൻഡ് എടുത്തു, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ പെർ അവർ. എവിടെ നിന്നാണ് വന്നേ? ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ, ടൈമിൻ്റെ യൂണിറ്റ് അവർ. കിലോമീറ്റർ അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് ഞാൻ എടുക്കുന്നു, മീറ്റർ. മീറ്റർ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സെക്കൻഡ് എന്തിൻ്റെ യൂണിറ്റാണ്? ടൈമിൻ്റെ യൂണിറ്റാണ്. സോ ഇതാണ് എന്ത്? സ്പീഡിൻ്റെ യൂണിറ്റ്. ഇനി വെലോസിറ്റിയുടെ യൂണിറ്റ് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? കിലോമീറ്റർ, മീറ്റർ. കാര്യം ഡിസ്റ്റൻസിൻ്റെ സെയിം യൂണിറ്റ് തന്നെയാണ് എന്തിനുള്ളത്? ഡിസ്പ്ലേസ്മെൻറ്റിനുള്ളത്. അപ്പോൾ ടൈമിൻ്റെ യൂണിറ്റും സെയിം തന്നെയാണ്. അപ്പോൾ ഇതേ യൂണിറ്റ് തന്നെയാണ് ഏതിനുള്ളത്? വെലോസിറ്റിക്ക് ഉള്ളത്. സോ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തൊക്കെ തന്നെ? കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. വേറെയൊക്കെ ആവാം കേട്ടോ. കിലോമീറ്റർ പെർ സെക്കൻഡ് ആവാം, മീറ്റർ പെർ അവർ ആവാം, എങ്ങനെയാണോ ആവാം, ഏത് വേണമെങ്കിലും ആവാം. ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള യൂണിറ്റാണ്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാപ്റ്ററിലോട്ട് കയറുമ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സ്പീഡും എന്താണ് വെലോസിറ്റി എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് ടൈം ത്വരണം അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ടൈമാണ് ആക്സലറേഷൻ. എന്താണ്? ആക്സലറേഷൻ. ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ. നമ്മൾ ഇൻഡിക്കേഷൻ ലെറ്റർ എ, സ്മാൾ ലെറ്റർ എ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ. എന്താണ് ത്വരണത്തിൻ്റെ ഇക്വേഷൻ? എന്താണ് ത്വരണത്തിൻ്റെ സമവാക്യം? ത്വരണം എന്ന് എഴുതുമ്പോൾ പലരും പഠിച്ചു വെച്ചേക്കുന്നത് ഇങ്ങനെ എഴുതും: പ്രവേഗം ഭാഗം സമയം. ഈ ഒരു സമവാക്യം എക്സാക്റ്റ് അല്ലെങ്കിൽ 100% കറക്റ്റ് അല്ല. ത്വരണം ഈസിക്കട്ട് പ്രവേഗം ഭാഗം സമയം എന്ന് പറയുന്നത് എക്സാക്റ്റ് കറക്റ്റ് അല്ല. ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രവേഗം ഭാഗം സമയമല്ല, ത്വരണം ഈസിക്കട്ടു പ്രവേഗ വ്യത്യാസം ഭാഗം സമയം. ഇതാണ് എക്സാക്റ്റ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ത്വരണം ഈസിക്കട്ടു പ്രവേഗ വ്യത്യാസം ഡിവൈഡ് ബൈ സമയമാണ് ത്വരണം. എന്ന് പറഞ്ഞാൽ പ്രവേഗത്തിൽ വ്യത്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ ത്വരണം ഇല്ല. പ്രവേഗത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ത്വരണം ഉണ്ടാകത്തുള്ളൂ. സോ ത്വരണം എന്ന് പറയുമ്പോൾ പ്രവേഗം ഭാഗം സമയം എന്ന് പറയുന്നതിന് പകരം എന്ത് പറയണം? പ്രവേഗ വ്യത്യാസം ഭാഗം സമയം. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഇംഗ്ലീഷിലാക്കാം. ഇംഗ്ലീഷിലാക്കി എന്ന് പറഞ്ഞ് ത്വരണത്തിൻ്റെ ഇംഗ്ലീഷ് ആക്സലറേഷൻ. പ്രവേഗ വ്യത്യാസം എന്താ പറയുക? വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലാക്കിയാൽ മതി. ഇതേ ടൈമിനെ ഇംഗ്ലീഷിലാക്കണം. വ്യത്യാസം എന്ന് കേൾക്കാൻ നേരത്തെ പല ടൈംസ് നമ്മുടെ മനസ്സിൽ വരും. ഡിഫറൻസ് എന്ന് വരും. ഡിഫറൻസ് ഇൻ പ്രവേഗം എന്ന് പറയുമ്പോൾ വെലോസിറ്റി അങ്ങനെ വരും. കുറച്ച് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ എന്താ പറയാം? വ്യത്യാസം, പ്രവേഗ വ്യത്യാസം, ചേഞ്ച് അല്ലേ? വ്യത്യാസം മീൻസ് ചേഞ്ച്. അപ്പോൾ എന്താ പറയാം? ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയിലുണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ വെലോസിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസം, പ്രവേഗത്തിലുണ്ടാകുന്ന വ്യത്യാസം. ചേഞ്ച് ഇൻ വെലോസിറ്റി സമയം, ടൈം. അപ്പോൾ ഇതാണ് ആക്സലറേഷൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ത്വരണത്തിൻ്റെ ഇക്വേഷൻ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഭാഗം അല്ലെങ്കിൽ ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, അപ്പോൾ ആക്സലറേഷൻ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും? എ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. ഇനി എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നോക്കിക്കോളണം. നമ്മൾ ആദ്യം ഞാൻ ഒരു കല്ലെടുത്ത് ഞാൻ എറിഞ്ഞു, നേരെ ഇങ്ങനെ എറിഞ്ഞു. സോ എറിഞ്ഞിട്ട് ഞാൻ ആ കല്ലിൻ്റെ വെലോസിറ്റി അളന്ന് നോക്കി. എറിഞ്ഞ് ഒരു T1 എന്ന് പറഞ്ഞ ടൈം ഞാൻ നോക്കി. ഞാൻ 2 സെക്കൻഡ് എൻ്റെ കയ്യിൽ നിന്ന് ആ കല്ല് പോയതിന് ശേഷം 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കല്ലിൻ്റെ വെലോസിറ്റി നോക്കിയപ്പോൾ ആ കല്ലിൻ്റെ വെലോസിറ്റി
ആ കല്ലിൻ്റെ വെലോസിറ്റി 10 മീറ്റർ/സെക്കൻഡ്. എത്ര? 10 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ എന്താണ് ചെയ്തത്? ഒരു കല്ലെടുത്തിട്ട് എറിഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് ആ കല്ല് മൂവ് ചെയ്ത് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി 10 മീറ്റർ/സെക്കൻഡ്. എന്നിട്ട് കല്ലിങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയം കൂടെ കഴിഞ്ഞു. T2 എന്ന് പറഞ്ഞ സമയം, കുറച്ച് സമയം കഴിഞ്ഞു. സമയം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സമയം എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക. സമയത്തിന് എന്തില്ല, സമയം കുറയുന്നില്ല. സമയം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. സോ ഒരു 10 സെക്കൻഡായി. 10 സെക്കൻഡ്. 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വെലോസിറ്റി അളന്ന് നോക്കിയപ്പോൾ ആ കല്ലിൻ്റെ വെലോസിറ്റി 40 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് എൻ്റെ കയ്യിൽ നിന്ന് ആ കല്ല് പോയിട്ട് രണ്ടാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി 10 മീറ്റർ/സെക്കൻഡ്. 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 40 മീറ്റർ/സെക്കൻഡ്. ഇതിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? ഈ 10 എന്ന് പറഞ്ഞ മീറ്റർ/സെക്കൻഡ് ആണോ 40 മീറ്റർ/സെക്കൻഡ് ആണോ ആദ്യം സംഭവിച്ചത്? ഏതാണ് ആദ്യം സംഭവിച്ചത്? ഇതാണ് ആദ്യം സംഭവിച്ചത് എന്നിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടാമത്തെ സെക്കൻഡ് സംഭവിച്ച വെലോസിറ്റിയാണ്. ഇത് 10ാമത്തെ സെക്കൻഡ് സംഭവിച്ചത്. അപ്പോൾ ഏതായിരിക്കും ആദ്യം സംഭവിച്ച? ഇതാണ് കാര്യം. എന്താണ്? സമയം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? 2 മണിയാണോ 3 മണിയാണോ? ഇപ്പോൾ ഉച്ചയ്ക്കുള്ള പോട്ടെ, ഉച്ചയ്ക്ക് 1 മണിയാണോ 2 മണിയാണോ ആദ്യം സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഏതാ? 1 മണിയാണ് ആദ്യം അല്ലേ? 1 മണി കഴിഞ്ഞാണ് എന്ത് വരുന്നത്? 2 മണി വരുന്നത്. അതേ കണക്ക് തന്നെ 2 സെക്കൻഡ് കഴിഞ്ഞാണ് ഏത് വരുന്നത്? 10 സെക്കൻഡ് വരുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ സെക്കൻഡ് സംഭവിച്ച ഇതാണ് ഫസ്റ്റ് സംഭവിച്ചത്. ഇത് രണ്ടാമത് സംഭവിച്ചത് അല്ലേ? അപ്പോൾ ആദ്യം സംഭവിച്ച വെലോസിറ്റി, അപ്പോൾ ആദ്യത്തെ വെലോസിറ്റിയാണ് 10. ഇത് അവസാനത്തെ വെലോസിറ്റി. സോ ഈ ആദ്യം സംഭവിച്ച വെലോസിറ്റിക്ക് നമ്മൾ പറയും ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയും. എന്ത് പറയും? ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സംഭവിച്ചത്. സോ ഫസ്റ്റ് സംഭവിച്ച വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇനിഷ്യൽ വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റി. അതിന് നമ്മൾ ഇൻഡിക്കേഷൻ ചെയ്യുന്ന ലെറ്ററാണ് യു. ഇനിഷ്യൽ വെലോസിറ്റി യു. അപ്പോൾ ഇനി നമുക്ക് വി മാറ്റാം. എന്താക്കാം? യു. ഇതാണല്ലോ ആദ്യം സംഭവിച്ചത്, ഇനിഷ്യൽ വെലോസിറ്റി യു. ഇത് അവസാനം സംഭവിച്ചത്. ഇവിടെ 2 കേസേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യമാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? അവസാനമായിരിക്കും. അപ്പോൾ ഇത് അവസാനം സംഭവിച്ചത്. അവസാനം സംഭവിക്കുന്ന വെലോസിറ്റിക്ക് നമ്മൾ പറയുന്നത് ആദ്യം സംഭവിച്ച ഇനിഷ്യൽ വെലോസിറ്റി, അവസാനം എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി. സോ ദിസ് ഈസ് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി നമ്മൾ സൂചിപ്പിക്കും വി. സോ ഇത് മാറ്റേണ്ട കാര്യമില്ല, ബി. ഇപ്പം ഇനിഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി വി. ഇനി എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? വെലോസിറ്റിയിലുണ്ടായ വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞാൽ, ആദ്യം 10 ആയിരുന്നു, ഇപ്പോൾ 40 ആയി. എത്ര വ്യത്യാസം വന്നു ഇവിടെ? 10ൽ നിന്ന് 40 ആവാൻ എത്ര വ്യത്യാസം വന്നു? ആദ്യം 10 ആയിരുന്നു, ഇപ്പോൾ 40 ആയി. എത്ര വ്യത്യാസം വന്നു? 30 അല്ലേ? 10 നിന്ന് 40 ആവാൻ എത്ര വ്യത്യാസം വന്നു? 30. 30 എങ്ങനെ കിട്ടി? ആ 30 എന്ന് പറഞ്ഞ വാല്യൂ എങ്ങനെ കിട്ടി? 40 - 10 അല്ലേ? 40 - 10 ആണ് ഈ 30 അല്ലേ? അപ്പോൾ 40 എന്ന് പറഞ്ഞാൽ ഏതാണ്? വി. 10 എന്ന് പറഞ്ഞാൽ എന്താണ്? യു. അപ്പോൾ ഈ 30 എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ആണ് അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി മൈനസ് യു. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റാം? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ഡിവൈഡ് ബൈ എത്ര സമയം കൊണ്ടാണ് ഇത് മാറിയത്? ഇത് 2 സെക്കൻഡ് ആയിരുന്നു, 10 സെക്കൻഡായി അല്ലേ? 10 സെക്കൻഡാണ് സംഭവിച്ചത്. അപ്പോൾ എത്ര സെക്കൻഡ് കൊണ്ടാണ് ഈ 30 ചേഞ്ച് ആയത്? 2ൽ നിന്നും 10ലെത്താൻ എത്ര സെക്കൻഡ് എടുക്കും? 8 സെക്കൻഡ് അല്ലേ? എങ്ങനെ കിട്ടി 8 സെക്കൻഡ്? T2 മൈനസ് T1. അപ്പോൾ ഈ ടൈമിന് പകരം T2 മൈനസ് T1. അപ്പം ഇതാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി മൈനസ് യു. വാട്ട് ഈസ് വി? ഫൈനൽ വെലോസിറ്റി. വാട്ട് ഈസ് യു? ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ആ ചേഞ്ച് ആവാനായിട്ട് എത്ര സമയം എടുക്കുന്നു? ടൈം. സോ നമുക്ക് ടൈം നമുക്ക് വേണമെങ്കിൽ ടി എന്ന് സൂചിപ്പിക്കാം. സോ എങ്ങനെ എഴുതാം? കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എങ്ങനെ എഴുതാം? ജസ്റ്റ് ടി എന്ന് മാത്രം കൊടുത്താലും മതി. എങ്ങനെ എഴുതാം? അപ്പോൾ ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു
v മൈനസ് യു ഡിവൈഡ് ബൈ ടി. ഈ ടി എന്താണെന്ന് അറിയാലോ, എന്ത് ടി ആണ്? t2 മൈനസ് t1. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ. v മൈനസ് യു ഡിവൈഡ് ബൈ ടി. വാട്ട് ഈസ് v? ഫൈനൽ വെലോസിറ്റി. വാട്ട് ഈസ് യു? ഇനിഷ്യൽ വെലോസിറ്റി. ടി ടൈം ടേക്കൺ, അതായത് ഈ ചേഞ്ച് ആവാനായിട്ട്, ഈ വെലോസിറ്റിയിലുണ്ടായ ആ ചേഞ്ച് ഉണ്ടാവാൻ എത്ര സമയമെടുത്തു, അതാണ് ടി. അപ്പം ആക്സിലറേഷൻ്റെ ഇക്വേഷൻ മനസ്സിലായല്ലോ, v മൈനസ് യു ഡിവൈഡ് ബൈ ടി. എന്തുകൊണ്ടാണ് പ്രവേഗം ഭാഗം സമയം എന്ന് എഴുതരുത് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. പ്രവേഗം ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ v ഡിവൈഡ് ബൈ ടി ഇട്ടാലും മതി. പക്ഷേ ഈ ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇവ ചേഞ്ച് ഇല്ല, വിക്കും യുവിനും ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 0 ആയി പോകത്തില്ലേ? വിയും യുവും ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ 0 ആയി പോകത്തില്ലേ? 0 ഡിവൈഡ് ബൈ ടി 0 ആകത്തില്ലേ? സോ ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുമില്ല, ആക്സിലറേഷനും ഇല്ല. അതുകൊണ്ട് പ്രവേഗം ഭാഗം സമയം എന്ന് എഴുതരുത്, പ്രവേഗ വ്യത്യാസം ഭാഗം സമയം. ഓക്കെ, a is equal to v minus u divided by t. ഇനി ആക്സിലറേഷൻ്റെ യൂണിറ്റ്. വാട്ട് ഇസ് എ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ? എങ്ങനെ നോക്കാം? യൂണിറ്റ് നമുക്ക് ഇക്വേഷൻ വെച്ച് തന്നെ നോക്കാം. ഇതെന്താണ്? പ്രവേഗ വ്യത്യാസം, പ്രവേഗത്തിലുണ്ടാകുന്ന വ്യത്യാസം. അത് എന്ത് തന്നെയാണ്? ഒരു പ്രവേഗം തന്നെയാണ് അല്ലേ? സോ പ്രവേഗത്തിൻ്റെ അല്ലെങ്കിൽ വെലോസിറ്റിയുടെ യൂണിറ്റ് പറഞ്ഞ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ടൈമിൻ്റെ സെക്കൻഡ്. ഈ സെക്കൻഡ് നേരെ അങ്ങ് മുകളിൽ പോകുന്നു. അപ്പോൾ എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ്, സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ എന്താണ് ആക്സിലറേഷൻ? ത്വരണം പ്രവേഗ വ്യത്യാസം ഭാഗം സമയം. അപ്പോൾ ഇംഗ്ലീഷിലാക്കിയാൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ. തിരിച്ചെഴുതരുത്, ഇനിഷ്യൽ മൈനസ് ഫൈനൽ എഴുതരുത്, ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഫൈനൽ വെലോസിറ്റിയെ v കൊണ്ട് സൂചിപ്പിക്കും, ഇനിഷ്യൽ വെലോസിറ്റിയെ u കൊണ്ട് സൂചിപ്പിക്കും, ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. നെക്സ്റ്റ് അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ, ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ്റെ കുറച്ച് ന്യൂമറിക്കൽ എങ്ങനെ വരുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. t1 ടൈമിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ, നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞു. അപ്പോൾ ഒരു t1 ടൈം നമുക്കൊരു 2 സെക്കൻഡ്, നേരത്തെ എടുത്ത് തന്നെ 2 സെക്കൻഡ്. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. കുറച്ച് സമയം കഴിഞ്ഞു, t2 നെക്സ്റ്റ് ടൈം 10 സെക്കൻഡ്. അപ്പോഴത്തെ വെലോസിറ്റി, ആ വെലോസിറ്റി പറയുന്ന പേര് ഫൈനൽ വെലോസിറ്റി. എത്ര വന്നു? നമുക്ക് 40 നൽകാം, 40 മീറ്റർ പെർ സെക്കൻഡ്. തന്നിട്ട് പറഞ്ഞു ഫൈൻഡ് ആക്സിലറേഷൻ. ഫൈൻഡ് ആക്സിലറേഷൻ. എന്താണ് ഇക്വേഷൻ? ആക്സിലറേഷൻ ഇക്വേഷൻ a is equal to ചേഞ്ച് ഇൻ വെലോസിറ്റി, വെലോസിറ്റി ഉണ്ടാകുന്ന വ്യത്യാസം, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ടൈം ടേക്കൺ എന്ന് പറയുമ്പോൾ ഫൈനൽ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം. അപ്പോൾ എന്തായിരിക്കും എൻ്റെ ആൻസർ? a is equal to v മൈനസ് u 40 മൈനസ് 10 ടൈം ടേക്കൺ t2 മൈനസ് t1 10 മൈനസ് 2 എത്ര വരും? 30 ഡിവൈഡ് ബൈ 8. 30 ഡിവൈഡ് ബൈ 8 യൂണിറ്റ് അത് കാൽക്കുലേറ്ററിൽ അടിച്ച് എഴുതിയാൽ മതി. എത്ര ആൻസർ? 30 ഡിവൈഡ് ബൈ 8 എന്ന് പറയുമ്പോൾ എത്ര നോക്കാം? യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത്രയേ ഉള്ളൂ ആക്സിലറേഷൻ. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടൈം t1 ഇത് തന്നെ. ഞാൻ കല്ലെടുത്ത് ആദ്യം നല്ല സ്പീഡിൽ എറിഞ്ഞു. സോ ഒരു 40 മീറ്റർ പെർ സെക്കൻഡിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 സെക്കൻഡ് ആയപ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു. 20 ആയി. ആദ്യം 40-ലാണ് പോയത്,
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 20 ആയി. എങ്കിൽ സെയിം ക്വസ്റ്റ്യൻ ഫൈൻഡ് ആക്സിലറേഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും ആൻസർ? ആക്സിലറേഷൻ ഇക്വേഷൻ A ഈസ് ഈക്വൽ ടു V മൈനസ് U ഡിവൈഡ് ബൈ T2 മൈനസ് T1. ഇവിടെ V ഏതാണ്? 20. സോ 20 മൈനസ് U 40 ഡിവൈഡ് ബൈ T2 10 മൈനസ് 2. എന്ത് വരും ആൻസർ? 20 മൈനസ് 40 മൈനസ് 20 ഡിവൈഡ് ബൈ 10 മൈനസ് 2 8 മൈനസ് 20 ഡിവൈഡ് ബൈ 8. അപ്പോൾ നോക്കിയേ, ആക്സിലറേഷൻ കണ്ടുപിടിച്ചപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യ അല്ലേ, -20 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ എന്ത് തന്നെ വരും? ഒരു നെഗറ്റീവ് വാല്യൂ, ഒരു നെഗറ്റീവ് നമ്പർ തന്നെ വരും. അപ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവാണ് കിട്ടിയെങ്കിൽ നമ്മളതിനെ ആക്സിലറേഷൻ എന്ന് പറയത്തില്ല. ആ എ കണ്ടുപിടിച്ചപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറാണ് കിട്ടിയെങ്കിൽ നമ്മളതിനെ ആക്സിലറേഷൻ എന്നല്ല പറയുന്നത്. എന്ത് പറയും അതിനെ? മലയാളത്തിൽ എന്ത് പറയും? ഇവിടെ നോക്കിയേ, 40 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു ആദ്യം, രണ്ടാമത്തെ സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, 10 സെക്കൻഡ് ആയപ്പോൾ അത് 20 മീറ്റർ പെർ സെക്കൻഡായി. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടുകയാണോ വെലോസിറ്റി കുറയുകയാണോ? ആദ്യം 40 ആയിരുന്നു, പിന്നെ 20 ആയി. ദാറ്റ് മീൻസ് ടൈം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്യുന്നു? ഇവിടെ കുറയുന്നു. ഒരു സാധനത്തിന് അല്ലെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിൾസിൻ്റെ വേഗത അല്ലെങ്കിൽ വെലോസിറ്റി പ്രവേഗം കുറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ പറയുന്ന ടൈം? എന്താണ്? വേഗത കുറയുന്നു. ആക്സിലറേഷൻ ത്വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്വരണം മീൻസ് ആക്സിലറേറ്റ് ചെയ്യും. നമ്മൾ വണ്ടിയുടെ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി എന്താ ചെയ്യുന്നത്? വേഗത കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ആക്സിലറേറ്റ് ചെയ്യുക മീൻസ് വേഗത കൂടുക എന്നാണ്. പക്ഷേ ഇവിടെ വേഗത കുറയുകയല്ലേ ചെയ്യുന്നത് അല്ലേ? വേഗത കുറഞ്ഞത് കൊണ്ടാണ് ഇവിടെ എന്ത് സംഖ്യ വന്നത്? നെഗറ്റീവ് സംഖ്യ. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഒരു നെഗറ്റീവ് നമ്പറാണ് കിട്ടിയെങ്കിൽ നമ്മളതിനെ ആക്സിലറേഷൻ എന്ന് പറയത്തില്ല, ത്വരണം എന്ന് പറയത്തില്ല, നമ്മൾ വേറൊരു ടൈം പറയും. മലയാളത്തിൽ പറഞ്ഞാൽ നമ്മളതിനെ എന്ത് പറയും? മന്ദീകരണം എന്ന് പറയും. എന്ത് പറയും? മന്ദീകരണം. അപ്പോൾ വേഗത കുറയുന്നു അല്ലേ, സമയം കൂടുന്നതിനനുസരിച്ച് വേഗത കുറയുന്നുവെങ്കിൽ നമ്മളതിനെ ആക്സിലറേഷൻ എന്ന് പറയില്ല, അതിനെന്ത് പറയും? ത്വരണം എന്ന് പറയുന്നതിന് പകരം മന്ദീകരണം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? മന്ദീകരണത്തിൻ്റെ ഇംഗ്ലീഷ് ഡീസലറേഷൻ. ഡീസലറേഷൻ എന്ന് പറയും. അപ്പോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഒരു നെഗറ്റീവ് നമ്പറാണ് കിട്ടിയെങ്കിൽ നമ്മളതിനെ ആക്സിലറേഷൻ എന്ന് പറയുന്നതിന് പകരം എന്ത് പറയും? ഡീസലറേഷൻ, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ഡീസലറേഷൻ ഓർ റിട്ടാർഡേഷൻ. ഡീസലറേഷൻ ഓർ റിട്ടാർഡേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ പറയാണ് A ഈസ് ഈക്വൽ ടു -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുക. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ എന്തോ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ എന്തോ ആയിക്കോട്ടെ, ആ വെഹിക്കിളിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ -10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ആ വെഹിക്കിളിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം ആ എ കണ്ടുപിടിക്കുമ്പോൾ മൈനസ് നമ്പർ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ കിട്ടിയാൽ നമ്മൾ അതിനെന്ത് അപ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം എന്താണ് അത്? ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണമല്ല, മന്ദീകരണമാണ്, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഓർ ഡീസലറേഷൻ ആണെന്ന് മനസ്സിലാക്കണം. സോ ഈ കേസിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എ ഈസ് ഈക്വൽ ടു ഒരു നെഗറ്റീവ് നമ്പർ കിട്ടി അല്ലേ, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. സോ ഇത് ആക്സിലറേഷൻ അല്ല, എന്താണ്? ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ കിട്ടി ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തന്നിരുന്നു T1 U40 V20 എന്നൊക്കെ തന്നേക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് എഴുതാമെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ V-U, അത് തന്നെ പഠിച്ചു വെച്ചേക്കണം. V ഇനി വലുതോ ചെറുതോ ഒന്നും നോക്കണ്ട. V എന്ത് നമ്പറാണോ അതേ നമ്പർ, ചെറുതായാലും വലുതായാലും. ഇവിടെ 20 ആണ്, 20 -40 ഡിവൈഡ് ബൈ 0. സോ ആക്സിലറേഷൻ നെഗറ്റീവ് സംഖ്യ ആവാം, പോസിറ്റീവ് സംഖ്യ ആവാം. പോസിറ്റീവ് സംഖ്യ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ത്വരണമാണ്, ആക്സിലറേഷനാണ്. നെഗറ്റീവ് സംഖ്യ കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. ദാറ്റ് മീൻസ് മന്ദീകരണം സംഭവിക്കുകയാണ്. അത് നമ്മൾ പറയും ഡീസലറേഷൻ അല്ലെങ്കിൽ
റിട്ടാർഡേഷൻ. ഡീസലറേഷൻ ഇങ്ങനെ പ്രത്യേകിച്ച് ലെറ്റർ ഒന്നുമില്ല. ഡീസലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എ തന്നെ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിനെ നമ്മൾ പറയും ഡീസലറേഷൻ എന്ന് പറയും. ഇവിടുത്തെ ഇത് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു -20/8. ഇവിടുത്തെ ഡീസലറേഷൻ എത്രയെന്ന് ചോദിച്ചാലോ, ഇവിടുത്തെ ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എത്രയെന്ന് ചോദിക്കുന്നു. സോ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് സംഖ്യ ഒഴിവാക്കി അങ്ങ് പറഞ്ഞാൽ മതി. ദാറ്റ് മീൻസ് 20/8 m/s². ഇതാണ് റിട്ടാർഡേഷൻ. ഇത് ആക്സിലറേഷൻ -20/8. വാട്ട് ഈസ് റിട്ടാർഡേഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് ഈ നെഗറ്റീവ് സംഖ്യ അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ മാത്രം മാറ്റി അങ്ങ് എഴുതിയാൽ മതി. റിട്ടാർഡേഷൻ ഈസ് ഈക്വൽ ടു 20/8 m/s². അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ആക്സിലറേഷൻ റിട്ടാർഡേഷനും കൂടെ എങ്ങനെ കണക്ട് ചെയ്ത് പറയാം? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് റിട്ടാർഡേഷൻ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് റിട്ടാർഡേഷൻ. ആക്സിലറേഷനും റിട്ടാർഡേഷനും സെയിം ആണ്. അതേപോലെ സൈൻ നോക്കിയാൽ മതി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 30 m/s² എന്ന് പറയുകയാണ്. അതപ്പോൾ ആക്സിലറേഷൻ ആയിരിക്കും റിട്ടാർഡേഷൻ ആയിരിക്കും? സൈൻ നോക്കുക, ഇത് പോസിറ്റീവ് നമ്പർ അല്ലേ, അപ്പോൾ അതെന്താണ് ആക്സിലറേഷനാണ്. എ ഈസ് ഈക്വൽ ടു -7 m/s² എന്ന് തന്നേക്കുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം ഒരു നെഗറ്റീവ് നമ്പറാണ്. അപ്പോൾ അതെന്തല്ല ആക്സിലറേഷൻ അല്ല, എന്താണ് അത് റിട്ടാർഡേഷനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്സിലറേഷൻ എന്നും എന്താ റിട്ടാർഡേഷൻ എന്നും മനസ്സിലായല്ലോ.